അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കോഴികളെ കുറിച്ചുള്ള വീഡിയോസ് ഒന്നുമല്ല. ഇന്ന് കുറേ നാളുകൾക്ക് ശേഷം ഒരു വ്ലോഗ് ചെയ്യുവാണ്. അതായത് നമ്മുടെ മറൈൻ ഡ്രൈവ് ആണ്. എറണാകുളം മറൈൻ ഡ്രൈവിൽ ഒരു കപ്പൽ യാത്ര, കടലിലേക്ക് ഒരു യാത്ര പോവാണ്. അപ്പൊ നിങ്ങളെ കൂടി കൂട്ടാന്ന് വിചാരിച്ചു. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശം കമന്റ് ബോക്സിൽ അറിയിക്കാനും മറക്കണ്ട. അപ്പൊ അതാ ഞങ്ങൾ മറൈൻ ഡ്രൈവിൽ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ഫാമിലി മൊത്തം ഞങ്ങൾ എല്ലാവരും കൂടി വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങള് മൊത്തത്തിൽ ഒരു പിള്ളേരടക്കം ഒരു 10-23 പേരുണ്ട്. അപ്പൊ ഇത് എല്ലാവരും കപ്പൽ, ഇതാണ് നമ്മുടെ ചെറിയൊരു ഷിപ്പാണിത്. ഇത് നമ്മള് കടലിലേക്ക് പോകുന്ന ഒരു ഷിപ്പാണ്. കാരണം 2.5 മണിക്കൂർക്ക് ടൈം പറയും. 2 മണിക്കൂറാണ് പറയുന്നത്. നമുക്ക് ഏകദേശം 2.5 മണിക്കൂറോളം ടൈം കിട്ടിയായിരുന്നു. അപ്പൊ ഇതാണ് നമ്മ പോകുന്ന ഷിപ്പ്. അപ്പൊ ഇതിലേക്ക് നമ്മ പോകാൻ പോവാണ്. അപ്പൊ 5 മണിക്ക് എന്നാണ് നമ്മൾ 5 മണിക്ക് ഇവിടെ എത്തണമെന്നാണ് പറയുന്നത്. 5-5:30 ആകുമ്പോഴത്തേക്കും കപ്പൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അതാ നമ്മുടെ എല്ലാവരും കേറുവാണ്. എന്റെ വീട്ടിൽ നിന്ന് എല്ലാവരും ഉണ്ട്, അതിൽ നൗഫിന്റെ വീട്ടിൽ നിന്ന് എല്ലാവരും ഉണ്ട്, പെങ്ങളുണ്ട്, ഇക്കയുണ്ട്, വാപ്പായുടെ ഉമ്മയുണ്ട്, പിന്നെ എന്റെ വാപ്പ ഉമ്മയുണ്ട്, പിന്നെ ആങ്ങളെ വൈഫുണ്ട്. അങ്ങനെ എല്ലാവരും അടങ്ങിയ ഒരു വലിയൊരു ഫാമിലി ആയിട്ടാണ് ഞങ്ങൾ എല്ലാവരും പോയത്. അപ്പൊ ഞങ്ങൾ എടുത്ത ടിക്കറ്റ് എന്ന് പറയുന്നത് 1000 രൂപയുടെ ടിക്കറ്റ് ആണ്. 750 രൂപയാണ് ഈ ഷിപ്പിലേക്ക് കയറാനുള്ള എൻട്രൻസ് ഫീസ്. പിന്നെ 250 രൂപ എന്ന് വെച്ചാൽ ഫുഡിന്റെ ഫീസും കൂടിയാണ്. അങ്ങനെ 1000 രൂപയുടെ ടിക്കറ്റ് ആണ് ഞങ്ങൾ എടുത്തേക്കുന്നത്. എല്ലാവരും 750 രൂപയാണ് എടുക്കുന്നത്. ഇത് 1000 രൂപന്റെ ടിക്കറ്റ് വളരെ കുറച്ച് പേര് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞങ്ങൾ 1000 രൂപയുടെ ടിക്കറ്റ് എടുത്തത്. അപ്പൊ ഇതാ നമ്മുടെ ക്യാപ്റ്റനെ നമ്മൾ അറിയുന്ന ഒരാളാണ്, നമ്മുടെ നാട്ടുകാരനാണ്. അപ്പൊ അതാ എല്ലാവരും കൈയൊക്കെ കൊടുത്ത് കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഷിപ്പിലെ ഓണറെ നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. അതുകൊണ്ട് കുറച്ച് നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് വഴിയെ പറയാം. അപ്പൊ നമ്മൾ ഷിപ്പിന്റെ ഉള്ളിലേക്ക് കയറുവാണ്. താഴത്ത് കംപ്ലീറ്റ് ഈസിയാണ്. നമ്മൾ താഴേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല, മേളിലേക്ക് തന്നെയാണ് പോയത്. ഫസ്റ്റ് താഴത്തെ ഗ്ലാസ് ഇട്ടേക്കണ കംപ്ലീറ്റ് ഷിപ്പിൽ ഇരിക്കാനുള്ള ഏരിയ ആണത്. അപ്പൊ നല്ല സ്പേസ് ഉണ്ട് ഉള്ളിലേക്ക്. പക്ഷെ അത് വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയ കാര്യമാണ്. അപ്പൊ ഞങ്ങൾ ഫസ്റ്റ് അവിടെ കയറിയില്ല, അതിന് മേളിലേക്കാണ് കയറിയത്. മേളിലേക്ക് കയറാൻ പാടില്ലാത്തവർക്ക് താഴത്തെ അവിടെ വലിയൊരു ഹോള് പോലെ തന്നെ സ്പേസ് ഉണ്ട്. കംപ്ലീറ്റ് AC ആണ്. എല്ലാം പുറത്തെ കാഴ്ചകളെല്ലാം നല്ല ക്ലിയർ ആയിട്ട് കാണുകയും ചെയ്യാം കേട്ടോ. പിന്നെ ഇപ്പൊ ഞങ്ങൾ മേളിലേക്ക് വരുവാണ്. മേളിൽ ഇവിടെ നമ്മ കുറച്ച് സ്പേസ് ആയിട്ടുള്ളത്, ഇവിടെ ഫുഡ് കഴിക്കാനും കാര്യങ്ങളൊക്കെ ഉള്ള സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ ഇരിക്കാനുള്ള സ്പേസ് ആണ്. ഫുഡ് ശരിക്കും നമുക്ക് ഷിപ്പ് ലാൻഡ് ചെയ്ത് എല്ലാവരും ഇറങ്ങിയ ശേഷമാണ് ഫുഡ് ഉണ്ടായിരുന്നത്. അപ്പൊ ഇവിടെയാണ് എല്ലാവരും ഇരിക്കുന്നത്. ഇവിടെ മേളിൽ വന്നിട്ട് ഫുൾ കാഴ്ചയാണ് നമ്മുടെ കായലോരം, നമ്മുടെ മറൈൻ ഡ്രൈവ് കാണുന്നത്. എറണാകുളം ജില്ലക്കാർക്കും ആലപ്പുഴ ജില്ലക്കാർക്കും ഇത് വലിയ കൗതുകമായ കാഴ്ച അല്ലെങ്കിലും മറ്റുള്ള ജില്ലക്കാർക്ക് ചിലപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടേക്കാം. അവർ കാണാത്ത ഒരുപാട് പേരുണ്ടാവാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ വീഡിയോസ് കാണുന്നവരിൽ ഒരുപാട് പേര് പല ജില്ലകളിലുള്ളതെന്ന് അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ എറണാകുളം ജില്ല മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പൊ നമ്മള് കംപ്ലീറ്റ് എല്ലാം പറ്റുന്ന രീതിയിലെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഇത് ഏറ്റവും മേളിൽ വന്നാണ്. ഇവിടെ നമ്മൾ ഷിപ്പ് വിടുന്നതിന് മുമ്പ് വരെ വിട്ട് കഴിഞ്ഞാൽ ഇവിടെ ക്ലോസ് ചെയ്യും. ഇവിടെ അതിന് മുമ്പായിട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷിപ്പ് വിട്ട് കഴിഞ്ഞാൽ ഇങ്ങോട്ട് കയറ്റത്തില്ല. അപ്പൊ ഇവിടെ എന്ന് വെച്ചാൽ കടലിലേക്ക് പോയി കഴിഞ്ഞാൽ ഓളം തള്ളുന്ന ചിലപ്പോൾ ആള് കടലിലേക്ക് വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മേളിൽ കയറ്റില്ല. മേളിൽ ഇപ്പൊ ഷിപ്പ് വിട്ടിട്ടില്ല. ഷിപ്പ് വിടുന്ന മുമ്പ് നമുക്ക് കയറി കാണുകയും ഇരിക്കാനും ഉള്ള ഒരു സ്പേസ് ആണ്. പക്ഷെ അവിടെ അധിക നേരം നിൽക്കാനൊന്നും പറ്റിയില്ല, നല്ല ചൂടുണ്ടായിരുന്നു. അപ്പൊ അത് കൂട്ടം എന്താ ഈ ഉറക്കത്തിൽ നിന്നൊക്കെ എണീറ്റ് ക്ഷീണത്തിൽ നിൽക്കുവാണ് ആള്. അപ്പൊ ഇല്ല എന്നൊക്കെ ഞാൻ ടാറ്റ ഹായ് കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ല എന്നൊക്കെ പറഞ്ഞിപ്പുണ്ട്. അങ്ങനെ ഫോട്ടോക്ക് പോസ് ചെയ്യാൻ വേണ്ടി നിൽക്കണ ഷിപ്പാണ്. അങ്ങനെ ഇത് എന്റെ രണ്ടാമത്തെ മോള് ഐഷ എന്നാണ് പേര്. ഇത് മൂന്നാമത്തെ ആള് ആദിൽ. പിന്നെ മൂത്താള് ഇവിടെ നിപ്പുണ്ട്. ഇതെന്റെ ഹസ്ബൻഡ് നൗഫല്. പിന്നെ അതേ ചേട്ടത്തിന്റെ മോള്, നാത്തൂന്റെ മോള്, പിന്നെ വൈറ്റ് ഡ്രസ് ഇട്ടേച്ച് എന്റെ മോള്. അങ്ങനെ ഇതാണ് നമ്മുടെ മറൈൻ ഡ്രൈവ്. മറൈൻ ഡ്രൈവില് ഇവിടെ ബോട്ടിംഗ് ആണ് ഇവിടെ മെയിൻ ആയിട്ടുള്ള ഏരിയ. ഈ ബോട്ടിംഗ് നമ്മൾ 100 രൂപ മുതലുള്ള ബോട്ടിംഗ് സർവീസ് ഉണ്ട്. പിന്നെ തൊട്ടപ്പുറത്ത് ഹൈക്കോർട്ടിൽ തന്നെ നമ്മുടെ വാട്ടർ മെട്രോ ഇല്ലേ, വാട്ടർ മെട്രോയും തൊട്ടപ്പുറത്തുണ്ട്.
അപ്പൊ ദാ ഇവിടെ ഞങ്ങൾ ഇവിടെ കയറിയിട്ടുണ്ട്. നല്ല കുറച്ച് ചൂടായതുകൊണ്ട് തന്നെ നമ്മ ദാ ഇവിടെ കുറച്ച് മേളിൽ തന്നെ ചെറിയൊരു ഏരിയയിൽ എയർ കണ്ടീഷൻ ഏരിയ ഉണ്ട്. AC റൂമാണ്. അപ്പൊ ഇവിടെ എല്ലാവരും വന്നിരിക്കുവാണ്. പെങ്ങള്, ചേട്ടത്തി, പിന്നെ എൻ്റെ അനിയൻ, നാത്തൂന്, എൻ്റെ നൗഫുന്റെ ഉമ്മ, അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ. എൻ്റെ വാപ്പച്ചി, എൻ്റെ ഉമ്മച്ചൊക്കെ ഇരിപ്പുണ്ട്. അപ്പൊ ദാ ഇവിടെ എല്ലാവരും വന്ന് റെസ്റ്റ് ചെയ്തിരിക്കുവാണ്. അപ്പൊ നമ്മുടെ തൊട്ട് അവിടെ അടുത്ത് കിടന്നേച്ച ഒരു ഷിപ്പ് ഇതാ അവര് പുറപ്പെട്ടു. അപ്പൊ നമ്മളും ഏകദേശം ഇപ്പൊ തന്നെ 5 മിനിറ്റിനുള്ളിൽ നമ്മുടെയും പുറപ്പെടും. അതിപ്പോ പുറപ്പെട്ട് തുടങ്ങി. അപ്പൊ ഇനി നമ്മുടെ ഫ്രണ്ടിൽ 2 ഷിപ്പിനാണ് ഇവർക്ക് കടലിലേക്ക് പോകാനുള്ള അനുമതി കൊടുത്തിട്ടുള്ളതെന്നാ പറയണത്. കടലിലേക്ക് ഫുൾ കടലിലേക്ക് പോയിട്ട് അവിടുന്ന് ഒരു പോയിന്റ് ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. ആ പോയിന്റിന് അപ്പുറത്തേക്ക് ഇവർക്ക് പോകാൻ പറ്റില്ല. ആ പോയിന്റിന് അവിടം വരെയാണ് ഇവർക്ക് കടലിലേക്ക് പോകാനുള്ള അനുമതി ഉള്ളത്. അത് ഉള്ളത് ഈ 2 ഷിപ്പുകൾക്കാണ് ഉള്ളത്. അപ്പൊ ഇവർക്ക് ഇപ്പൊ നമുക്കൊരു 1500 രൂപന്റെ എടുക്കുവാണെങ്കിൽ അതിൽ കുറച്ചുകൂടി അപ്പുറത്തേക്ക് പോവാം എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ എടുത്തേക്കുന്ന 750 രൂപേന്റെ ടിക്കറ്റ് ആണ്. 750 രൂപക്ക് ശരി 2 മണിക്കൂർ, 1500 രൂപക്ക് 4 മണിക്കൂറാണ് ഉള്ളത്. അപ്പൊ പല ടൈമിങ്ങിൽ ഉണ്ട്. ഇപ്പൊ നമ്മ എടുത്തേക്കുന്ന ടൈം 5 മണി ടൈമാണ്. 5:30 ആകുമ്പോൾ ഇവിടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ സോറി, വണ്ടിയല്ല, ഷിപ്പ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ നമ്മുടെ ഇവിടെ നിന്നും പോരാൻ തുടങ്ങിയിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതാ നമ്മൾ കായലിലൂടെ ഇനി സഞ്ചാരം തുടങ്ങി. തോപ്പുംപടി അങ്ങനെ നമ്മ ഫോർട്ട് കൊച്ചി ബീച്ച് വഴിയാണ് നമ്മൾ കടലിലേക്ക് പോകുന്നത്. അതായത് നമ്മുടെ കടലിലേക്ക് നേരിട്ട് പോകുന്ന ഒരു ഏരിയ. അപ്പൊ പിന്നെന്താ, കംപ്ലീറ്റ് കാണാൻ ഏറ്റവും എറണാകുളം സിറ്റിയിൽ ഏറ്റവും കാണാൻ തിരക്കേറിയ സ്ഥലവും കാണാൻ ഏറ്റവും ഭംഗിയും ആൾക്കാർ ടൂറിസ്റ്റിനായിട്ട് ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കേണ്ട ഏരിയ തന്നെയാണ് മറൈൻ ഡ്രൈവ്. മറൈൻ ഡ്രൈവ് ബോട്ടിങ്ങിന് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. ഒരുപാട് ആൾക്കാർ സഞ്ചാരികള് നിരന്തരം എപ്പോഴും തിരക്കുള്ള ഒരു ഏരിയ തന്നെയാണ്. അപ്പൊ ഓരോ സെക്ഷനായിട്ട് ഇതുണ്ട്. ഓരോരുത്തർക്കും കടൽ യാത്ര എന്ന് പറഞ്ഞപ്പോ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് കടലിലേക്കുള്ള യാത്രയിൽ. ഇതുവരെ നമ്മൾ ഒരുപാട് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും കടലിലേക്കുള്ള ഒരു ബോട്ടിങ്ങും അല്ലെങ്കിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഉൾക്കടലിലേക്ക് ചെല്ലുക എന്ന് പറയുന്നത്. ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു. ഇവിടെ നമ്മുടെ മെട്രോന്റെ സ്റ്റേഷനാണിത്, ഹൈക്കോടതി മെട്രോ സ്റ്റേഷൻ. അപ്പൊ ഇനി ഓരോന്ന് നമ്മുടെ കൊച്ചിന്റെ വളരെ അതിമനോഹരമായ കാഴ്ചകളാണുള്ളത്. കൊച്ചിയിലെ ഓരോ സ്ഥലങ്ങളെയും എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു ഗൈഡ് ഉണ്ട്. നമുക്കിവിടെ ഗൈഡ് ഉണ്ട്. ഇവിടെ സോങ്ങണി കപ്പലിലുള്ള വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കിവിടെ ഒരു ഗൈഡ് ഉണ്ടായിരുന്നു. കംപ്ലീറ്റ് കാര്യങ്ങളും വിശദീകരിച്ച് പറഞ്ഞുതരാം. ഇപ്പൊ നമ്മളൊക്കെ ഓൾറെഡി ഇവിടെ അടുത്തുള്ളത് കൊണ്ട് തന്നെ ഒട്ടുമിക്ക കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതായിരുന്നു കൊണ്ട് തന്നെ വലിയ കൗതുകമായിട്ടൊന്നും തോന്നിയില്ലായിരുന്നു. കാരണം നമ്മൾ പലവട്ടങ്ങളായിട്ടും കാണുകയും കേൾക്കുകയും ചെയ്ത സംഭവങ്ങളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ചെറുപ്പം മുതലേ നമ്മൾ ഈ ഏരിയയിലൊക്കെ തന്നെ എപ്പോഴും വന്ന് പോകുന്ന സ്ഥലങ്ങളും അതുപോലെ ഏകദേശം കാര്യങ്ങളൊക്കെ അറിയാവുന്നത് കൊണ്ടും കണ്ട് അറിയാവുന്നതുകൊണ്ടും വലിയ ഇതായിട്ട് തോന്നിയില്ല. പക്ഷേ പുറത്തുനിന്ന് വരുന്നവർക്ക് ഒരുപാട് അത് ഗുണം ചെയ്യും. അവർക്ക് അതിനെക്കുറിച്ച് അറിയാനും ഈ കൊച്ചി തുറമുഖത്തെ കുറിച്ച് കൂടുതൽ അറിയാനും അതിന്റെ ഓരോ ചരിത്രങ്ങളും ഒന്നും എടുത്തെടുത്ത് അവർ പറയുന്നുണ്ടായിരുന്നു. വളരെ ക്ലിയർ ആയിട്ട് തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. കുറച്ചൊക്കെ ഞാൻ എടുത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഫുൾ ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റില്ല, കാരണം എന്റെ ഫോണ് അന്നേരം മെമ്മറി ഫുൾ ആയിട്ട് എനിക്ക് ഒരുപാട്, പിന്നെ ലാസ്റ്റ് ഡിലീറ്റ് ഒക്കെ ചെയ്തിട്ടാണ് എനിക്ക് കുറച്ചൊക്കെ വീഡിയോസ് എടുക്കാൻ പറ്റിയത്. അതുകൊണ്ട് കുറേയൊക്കെ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോ ഇല്ലയോ ഒന്നും എനിക്കറിയില്ല. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളും എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യം ആയതുകൊണ്ടാണ് നിങ്ങളോട് ഇത് ഷെയർ ചെയ്യാന്ന് ഞാൻ വിചാരിച്ചത്. അപ്പൊ നമ്മുടെ തുടങ്ങിയിട്ട് പിന്നെ ഉണ്ടായിരുന്നത് ഒരു പാട്ടുകാരൻ ഉണ്ടായിരുന്നു, പാട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് നമുക്ക് റിട്ടേൺ തിരിച്ചു പോരുമ്പോഴത്തേക്കും അടിപൊളി DJ ഉണ്ടായിരുന്നു. DJ പാട്ട് കേൾക്കാൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ ബെസ്റ്റ് ചോയ്സ് തന്നെയാണ് കേട്ടോ ഇത്. നിങ്ങൾക്ക് ഇപ്പോൾ 2 മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ സമയം ഉണ്ടെങ്കിൽ ഇതിൽ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നമുക്കിതാ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഷിപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് പുറത്തേക്ക് പോന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ചായ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് തന്നെ ചായ, പിന്നെതാ അതിനകത്ത് കേക്കും സമൂസയായിരുന്നു. ചിലതിൽ കേക്കും കട്ട്ലേറ്റും ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവർക്കും ഓരോ ബോക്സ് ഉണ്ടായിരുന്നു. അപ്പൊ അതും കിട്ടി. ചായ കുടിച്ച് റിലാക്സ് ആയിട്ടിരുന്നായിരുന്നു നമ്മുടെ യാത്ര. പിന്നെ ഫുഡ് റെക്കമെൻഡ് 1000 രൂപ ഞാൻ പറഞ്ഞില്ല, ബിൽ എടുക്കുന്നവർക്ക് ഫുഡ് അതിന്റെ കൂടെ ഉണ്ടാവും, അല്ലാത്തവർക്ക് ഫുഡ് ഉണ്ടാവില്ല. അപ്പൊ ഞാൻ ഇതിന്റെ ഉള്ളിലായിരുന്നു വെച്ചുകൊണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്ക് കേൾക്കാൻ, ഞാൻ പുറത്തേക്ക് പോയി ഇറങ്ങുവാണ്. അപ്പൊ ഇനി നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അവർ പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാവോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഞാനത് ഓഡിയോ സഹിതം ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്ന് നോക്കട്ടാ. 20 meters, okay. So like it is the biggest expense of Cochin Port. ഇനി എന്തിനാണ് ഈ ഡെപ്ത്, എന്തിനാണ് നമ്മൾ ഈ ആഴം 16-20 മീറ്റർ നിലനിർത്തുന്നതെന്ന് അറിയോ?
നമുക്ക് അത്ര ഡെപ്ത് ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ വരുന്ന വെള്ളമുണ്ടല്ലോ. നിങ്ങൾ ഈ കണ്ട കപ്പലിന്റെ ഹൈറ്റ് കണ്ടോ? അത് ഞാൻ സ്പോട്ട് ദ ഹൈറ്റ് ഓഫ് ദ വെസൽ. ഓക്കെ, ആ ഹൈറ്റിനെ പോലെ തന്നെ കപ്പലിൽ നിന്നിട്ട് ഒരു ആഴമുണ്ട്, വെള്ളത്തിലേക്ക് ഒരു ഡെപ്ത് ഉണ്ട്. അത് ഏകദേശം 12 മീറ്ററോളൊക്കെ വലുപ്പം വരും. സോ അത് മണ്ണിൽ പോയി ഇടിച്ച് ഡാമേജ് ആവാതിരിക്കണമെങ്കിൽ നമ്മുടെ കായലിന് എന്ത് വേണം? 16 മുതൽ 20 മീറ്ററെങ്കിലും ഡെപ്ത് നമ്മുടെ കായലിന്റെ അകത്ത് വേണം. ഇല്ലെങ്കിൽ ആ വെസല് വന്നിട്ടുണ്ടെങ്കിൽ താഴെ എവിടെയെങ്കിലും ഇടിച്ച് ഡാമേജ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, സോ ലൈക്ക് ഇൻ ഓർഡർ ടു അവോയ്ഡ്, ഇതൊരു മനുഷ്യനിർമ്മിത ഐലൻഡ് ആണ്. ഇറ്റ് ഈസ് ആൻ ആർട്ടിഫിഷ്യൽ ഐലൻഡ് ഓർ മാൻമെയ്ഡ് ഐലൻഡ്. ഓക്കെ, സോ ഇത് നിർമ്മിച്ചത് ബ്രിട്ടീഷാണ്. ബ്രിട്ടീഷ് ഇവിടെ പോർട്ട് നിർമ്മിക്കാൻ വേണ്ടി. പിന്നെ മറ്റൊരു കാര്യം, നിങ്ങൾക്ക് എല്ലാവർക്കും കടൽ എക്സ്പ്ലോർ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഇവിടുന്ന് കടലിൽ എൻ്റർ ചെയ്ത് നമ്മുടെ പാട്ടുകാരുടെ മീൻസ് നമ്മുടെ സിംഗേഴ്സിന്റെ പ്രോഗ്രാംസ് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് റോം ചെയ്യാനും എക്സ്പ്ലോർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യും. അതിന്റെ മുൻപ് ദയവ് ചെയ്തിട്ട് എന്ത് ചെയ്യരുത്, ആരും മുന്നിലും മറ്റൊന്നും പോയി നിൽക്കരുത്. ഇവിടെ നമ്മുടെ പ്രൊവൈഡർ 2 വലിയ മണ്ണുമാന്തി കപ്പൽ അവർ ബ്രിട്ടനിൽ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു, ഈ എൻ്റയർ കായലിന്റെ ഡെപ്ത് 16 to 20 മീറ്റർ അവർ ഡ്രഡ്ജ് ചെയ്തു, മണ്ണ് മാന്തി എടുത്തു. ആ മണ്ണ് ഉപയോഗിച്ചിട്ട് അവർ നിർമ്മിച്ച ദ്വീപാണിത്. ഓക്കെ, ആ എടുത്ത മണ്ണ് നമ്മൾ നടുക്കടലിൽ കൊണ്ടുപോയി കളയില്ല. അവരെന്ത് ചെയ്തു, ഇവിടെ ഉണ്ടായിരുന്ന ചെറിയ ദ്വീപിന്റെ 4 വശത്ത് വെച്ചിട്ട് ഇത്രയും വലിയൊരു ദ്വീപ് സൃഷ്ടിച്ചു. So like we are actually now, once the dredging is done, the ships used to carry the soil into the middle of the sea and it will dispose there. Right now we are doing that or practicing that. Okay, when the British created a port here, they dredged the entire area and the soil or the mud give birth to this artificial island. Okay, that's how it became a art. Yeah, it became man-made. Okay, സോ അതിന്റെ ഏരിയ എന്ന് പറയുന്നത് 775 ഏക്കർ ആണ്. അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഈ ഐലൻഡിൽ നമ്മുടെ നേവിയുടെ ബേസ് വരുന്നുണ്ട്. ഓക്കെ, there is a navy space inside INS ബേസിന്റെ പേര്. ആ നേവിയുടെ ബേസിന്റെ അകത്ത് ഒരു എയർഫോഴ്സിന്റെ യൂണിറ്റ് ഉണ്ട്. അതാണ് എന്ത്, INS ഗരുഡ എന്ന് പറയും. നേവിന്റെ ബേസിന്റെ പേര് INS വെല്ലുവിറ്റി. ഓക്കെ, സോ സത്യത്തില് ആ ബേസ് 1904 INS ഗരുഡ എന്ന് പറയുന്ന എയർ ബേസ് അത് നമ്മുടെ ആദ്യത്തെ എയർപോർട്ട് കൂടിയാണ്. 1950 മുതൽ 2000 വരെ നമ്മുടെ എയർപോർട്ട് അതായിരുന്നു. ഓക്കെ, നമ്മുടെ ട്രാഫിക് കൺട്രോൾ റൂമിന്റെ സെയിം ജോബാണ് ഇവർ ചെയ്യുന്നത്. ലൈക്ക് ദിസ് ഈസ് എ നേവൽ കമാൻഡ് സ്റ്റേഷൻ, ഇറ്റ് ഈസ് ദ സെയിം ജോബ് ഓഫ് ദ ട്രാഫിക് കൺട്രോൾ റൂം ഇൻ എ റോഡ് സിസ്റ്റം. നമ്മുടെ ഗതാഗതം നിയന്ത്രിക്കുക, കാര്യങ്ങൾ നിർദ്ദേശങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇവരാണ്. ഇവിടുത്തെ ചെറിയ കപ്പലുകൾ മുതൽ ചെറിയ ബോട്ട് മുതൽ വലിയ കപ്പലുകൾക്ക് വരെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത് ഇവരാണ്. നിങ്ങൾ ആ ബിൽഡിങ്ങിന്റെ മുകളിൽ നോക്കുക, അതിന്റെ മുകളിൽ ഒരു സ്റ്റിക്കർ റൊട്ടേറ്റ് ചെയ്യുന്നത് കാണാം. അവരുടെ റഡാർ സിസ്റ്റമാണ്. ഈസ് ക്യാപിറ്റൽ ഓഫ് കവറിംഗ് ഏരിയ ഓഫ് 35 കിലോമീറ്റേഴ്സ്. ഓക്കെ, സോ അതാണ് നമ്മുടെ നേവൽ കമാൻഡ് സെന്റർ. നമ്മുടെ ക്യാപ്റ്റൻ ആണെങ്കിലും ഇവരുടെ ക്ലിയറൻസ് കിട്ടിയാലേ പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഈവൻ അവർ വെസൽ ഹാസ് ടു ടേക്ക് ദ ക്ലിയറൻസ് ഓഫ് ദി സ്റ്റേഷൻ. ഓക്കെ, പിന്നെ നിങ്ങൾ അവിടെ ഒരു ബിൽഡിംഗ് ആണ്, 8 നില കെട്ടിടം. അതാണ് വിവാണ്ട ബൈ താജ്, കേരളത്തിന്റെ ഫസ്റ്റ് 5 സ്റ്റാർ ലക്ഷറി ഹോട്ടലാണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് കേരളാസ് ഫസ്റ്റ് 5 സ്റ്റാർ ലക്ഷറി ഹോട്ടൽ വിവാണ്ട ബൈ താജ്. ഓക്കെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു കപ്പ് കൂടെ ചായ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ പോകാം, നല്ല സർവീസ് കിട്ടും. 500 രൂപ ഒരു ഗ്ലാസ് ചായയും വിവാണ്ട ബൈ താജ്. ഇത് ജസ്റ്റ് 5 സ്റ്റാർ എക്സ്പെൻസ് മാത്രമാണ്. അവരുടെ കോമ്പറ്റീഷൻ ആണ് കാണുന്ന ഗ്രാൻഡ് ഹയാത്ത്. ലൈക്ക് ദേ ഡു ഹാവ് എ കോമ്പറ്റീഷൻ, ഇറ്റ് ഈസ് ദ ഗ്രാൻഡ് ഹയാത്ത്. ഓക്കെ, 5 സ്റ്റാർ ലക്ഷറി ഹോട്ടൽ ഓഫ് ദ ലുലു ഗ്രൂപ്പ് ഇറ്റ്സെൽഫ്. നമ്മുടെ ലുലു ഗ്രൂപ്പ് MA യൂസുഫ് അലിയുടേതാണ്. വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ, ഇതാണ് നമ്മുടെ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ. 2011 ദുബായ് പോർട്ട് വേൾഡ് ആണ് ഇത് നിർമ്മിച്ചത്. Like the Dubai Port World building. Okay, actually the authority remains in their hands for the next 30 years as well. Because the agreement was for 40 years, so 30 years remains too. Okay, ഇനി ഒരു 30 വർഷക്കാലത്തേക്ക് അതിന്റെ ഓണർഷിപ്പ് അവരുടെ കൈവശമാണ് ഇരിക്കുന്നത്. അവരാണ് ഇത് നിർമ്മിച്ചത്. സോ അതിന് പകരം അവരെന്ത് ചെയ്തിരിക്കുന്നു, 40 വർഷത്തേക്ക് അതിന്റെ ഓണർഷിപ്പ് ആയിട്ടൊക്കെ പാടിയിട്ടുണ്ട്. So he will be singing a beautiful song for you. So put your hands together for Mr. Srinath Pandit. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഒരു വിശദീകരിച്ച് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേയൊക്കെ ഞാൻ എടുത്തു, പിന്നെ എനിക്ക് കുറേയൊക്കെ എടുക്കാൻ പറ്റില്ല. അതാ പിന്നെ ഇവിടെ വന്ന് ഞങ്ങൾ എല്ലാവരും ഫോട്ടോ എടുക്കാനും, പിന്നെ അതുപോലെ ഭയങ്കര കാറ്റായിരുന്നു, നല്ല രസമായിരുന്നു. കാരണം ഷോളൊന്നും ഒന്നും പിടിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല, ഭയങ്കര കാറ്റായിരുന്നു. ഇങ്ങനെ കാറ്റ് ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുന്നത്. വെളിമുകിൽ പൂവണിയും മഞ്ജന താഴ്വരയിൽ തണിമഞ്ഞു മൂടുമി നവരംഗ സന്ധ്യയിൽ അരികേവാ മധുചന്ദ്രബിംബമേ ആടിയേകും സ്വരരാജി പണിയേക്കിന
അനുദിനം ഏതൻ സ്വപ്നവുമാ വെളിമുകിൽ പൂവണിയും ജനതാഴ്വരേ. ഈ പാട്ടിന്റെ കൂടെ ഒന്ന് എല്ലാവർക്കും ഒന്ന് കൈയടിക്കാമോ? വെളിമുകിൽ പൂവണിയും മഞ്ജനതാഴ്വരേ കണിമഞ്ഞു മൂടുമേ നവരംഗ സന്ധ്യയിൽ അരികേവാ മധുചന്ദ്രബിംബമേ അന്തിവയിൽ പൊന്നുദിനം ഏതൻ സ്വപ്നവുമാ വെളിമുകിൽ പൂവണിയും അഞ്ജനതാഴ്വരേ. വാട്ടർ മെട്രോയുടെ ബോട്ടുകൾ കണ്ടിട്ടില്ലെങ്കിൽ ആ പോകുന്നതാണ് നമ്മുടെ വാട്ടർ മെട്രോയുടെ കൊച്ചിൻ വാട്ടർ മെട്രോയുടെ ബോട്ടാണ്. നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾ കണ്ടില്ലേ, വൈറ്റും ബ്ലൂ ഒക്കെ മിക്സ് ആയിട്ടുള്ളത്. അവരിപ്പോ അടുത്താണ് എന്ത് ചെയ്തത്, നമ്മുടെ ഫോർട്ട് കൊച്ചിയിലേക്ക് വാട്ടർ സർവീസ് മീൻസ് അവരുടെ സർവീസ് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പൊ അടുത്താണ്. ഓക്കെ, ഈ കഴിഞ്ഞ ഞായറാഴ്ചയാണ് വാട്ടർ മെട്രോ ഫോർട്ട് കൊച്ചി സർവീസ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, പിന്നെ നിങ്ങൾ നമ്മുടെ ആയിട്ട് വരുന്നതാണ് എന്ത്, നമ്മുടെ റോറോ സർവീസ്. 10 മിനിറ്റിന്റെ അകത്ത് നിങ്ങളെ വൈപ്പിനിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലോട്ടും ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വൈപ്പിനിലോട്ടും. ലൈക്ക് ദിസ് ferry is known as Ro-Ro service. It's capable of carrying vehicles from bus to trucks. Okay, it is capable of crossing the vehicles from Waipin to Fort Kochi and Fort Kochi to Waipin just in 15 minutes. ഇത് നിങ്ങൾ റോഡ് വഴി വരണമെന്നുണ്ടെങ്കിൽ ഏകദേശം 30 കിലോമീറ്ററിന്റെ അടുത്ത് നിങ്ങൾ ട്രാവൽ ചെയ്യണം. കാരണം നടുവിൽ കായലായതുകൊണ്ട് ചുറ്റി വളഞ്ഞു വരേണ്ടി വരും. അത് ഇവർ 15 നിമിഷത്തിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ 15 മിനിറ്റിന്റെ അകത്ത് ക്രോസ് ചെയ്ത് തരും. Like if you guys are coming by road, means it will take around 30 kilometers. Sorry? Yeah, trucks. It's even capable of carrying from trucks and buses. Okay. പിന്നെ വരുന്നത് നിങ്ങൾ അവിടെ ഒരു ബ്രിഡ്ജ് കണ്ടില്ലായിരുന്നു, ഫിഷിംഗ് നെറ്റ് ബ്രിഡ്ജ് എന്ന് പറയും. അത് ഇൻസ്പയർ മീൻസ് നമ്മുടെ മറൈൻ ഡ്രൈവിൽ ഒരു ബ്രിഡ്ജ് തന്നെയുണ്ട് ഈ ഡിസൈൻ ഇൻസ്പയർ ആയിട്ട്. ഓക്കെ, ഇതൊരു ലിവർ സിസ്റ്റം ആണ്. അത് യൂസ് ചെയ്തിട്ട് അവർ ഇത് എന്ത് ചെയ്യും, വെള്ളത്തിലോട്ട് വെക്കും, വെള്ളത്തിലോട്ട് താഴ്ത്തി വെക്കും ഈ വലകൾ. അതിന്റെ ശേഷം ഇവിടേക്ക് വരുന്ന എല്ലാ കപ്പലും ഇതിലൂടെയാണ് പാസ് ചെയ്യുക. ഞാൻ പറഞ്ഞു കപ്പലിന് ഒരു ആഴുണ്ട്, ഏകദേശം 12 മീറ്ററോളം വെള്ളത്തിലേക്ക് ആഴുണ്ട്. സോ അത് വരുന്ന സമയത്ത് അത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഓളത്തിൽ മീനുകൾ പേടിച്ചിട്ട് എന്ത് ചെയ്യും, ലെഫ്റ്റിക്ക് അല്ലെങ്കിൽ റൈറ്റ് കൂടിയിട്ട് നേരെ പോയി വലയുടെ അകത്ത് എന്ത് ചെയ്യും, കയറിയ പിന്നെ ഇറങ്ങാൻ പറ്റില്ല. നമ്മുടെ സെലിംകുമാർ കിളിച്ചുണ്ടമാമ്പഴത്തിൽ ഓടുന്ന ഒരു സീനില്ലേ, തീയും പുകയും പായിച്ചുകൊണ്ട് ഒരു കൂട്ടം വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ന് പറയുന്ന പോലെ അവർ പേടിച്ചു ഓടുന്നതാണ് ഇവിടെ മീൻ പിടിക്കാനും യൂസ് ചെയ്യുന്ന ടെക്നിക്ക്. അതുകൊണ്ടാണ് 2 സൈഡിലായിട്ട് ഈ വലകൾ വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇതാണ് it's manual. It's manual. Like they will be lowering it into the water and no. Like if any big sort of vessel pass through this area, means it will create a disturbance in the water, and the fish will run for its life, whether left or right, and will get caught inside this net. So, പിന്നെ വരുന്നത് നമ്മുടെ വാട്ടർ മെട്രോ സ്റ്റേഷൻ ആണ്. ഫോർട്ട് കൊച്ചിയുടെ വാട്ടർ മെട്രോ സ്റ്റേഷൻ ആണ്. നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ ബാക്കിലേക്ക് കാണുന്നതാണ് ഫോർട്ട് കൊച്ചി വാട്ടർ മെട്രോ സ്റ്റേഷൻ. ഓക്കെ, പിന്നെ നമ്മളിപ്പോ പാസ് ചെയ്ത് വന്ന ഏരിയ, ആ ഫസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് ഈ ഭാഗത്തിന്റെ ആദ്യ ഭാഗം നമ്മുടെ മട്ടാഞ്ചേരിയും ഇത് ഫോർട്ട് കൊച്ചി. ലൈക്ക് ദ ഫസ്റ്റ് പോർഷൻ ഓഫ് ദ ലാൻഡ് മട്ടാഞ്ചേരി ആൻഡ് ദിസ് ഇസ് ദ ഫോർട്ട് കൊച്ചി. ഓക്കെ, ഇനി ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഇതിന്റെ അകത്ത് വരുന്ന പള്ളികൾ വരുന്നുണ്ട്. ദർ ആർ 2 ലൈക്ക് synagogues. ഓക്കെ, ദർ ആർ മെനി ക്രിസ്ത്യൻ ചർച്ചസ്. ഇവിടെ ഒരുപാട് എന്തുണ്ട്, ക്രിസ്ത്യൻ പള്ളികളുണ്ട്, മുസ്ലിം പള്ളികളുണ്ട്. ദർ ആർ മെനി മോസ്ക് ഓർ മസ്ജിദ്സ്. And there are many temples. There even exists a Jain temple inside. Okay, ഇവിടെ ഒരുപാട് അമ്പലങ്ങളുണ്ട്. ഒരു ജെയിൻ ക്ഷേത്രം ഉണ്ട് ഇതിന്റെ അകത്ത്. ഓക്കെ, ജെയിൻ ക്ഷേത്രം എന്ന് പറയുന്നത് നിങ്ങൾ ഈ ബുദ്ധിസം ജൈനിസം എന്നുള്ള മതങ്ങൾ കേട്ടിട്ടില്ലേ, ആ വിഭാഗം. പിന്നെ there is a street nearby the Vasco da Gama church which is entirely the Dutch and Portuguese architecture. It's very beautiful to watch. Okay, ഈ നമ്മുടെ വാസ്കോ ഡ ഗാമ ചർച്ച് വരുന്നത് ഇവിടുന്ന് ഒരു 200 മീറ്റർ അടുത്താണ്. അതിന്റെ അടുത്തായിട്ട് ഒരുപാട് സ്ട്രീറ്റ്സ് ഉണ്ട് ഈ ഡച്ചും പോർച്ചുഗീസും ബിൽഡ് ചെയ്ത് വളരെ മനോഹരമായിട്ടുള്ള സ്ട്രീറ്റ്സ് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ലൈക്ക് അദ്ദേഹത്തിന്റെ ബോഡി റിമൈനിങ്സ് ഇന്ന് അവിടെ ഇല്ല. ഓക്കെ, അദ്ദേഹത്തെ ബറി ചെയ്തത് അവിടെ ആയിരുന്നെങ്കിലും അല്ലെങ്കിൽ അദ്ദേഹത്തെ അടക്കം ചെയ്ത സ്ഥലത്ത് ഇന്ന് അദ്ദേഹത്തിന്റെ ബോഡി റിമൈനിങ്സ് ഇല്ല. കാരണം 14 വർഷം മുന്നേ എന്ത് ചെയ്തു, പോർച്ചുഗീസ് അതോറിറ്റീസ് വന്ന് അതെടുത്തുകൊണ്ട് പോർച്ചുഗലിലോട്ട് അവരെന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ ജന്മഭൂമിയിലോട്ട് എടുത്തുകൊണ്ട് പോയി. ഓക്കെ, ലൈക്ക് ദ പോർച്ചുഗീസ് അതോറിറ്റീസ് body remains no Portuguese before 14 years they took it back to his Portugal itself, his birthplace. Okay, ഇനി നമ്മുടെ ലാസ്റ്റ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് വരുന്നത് ആ 2 വലിയ ടാങ്കുകൾ കണ്ടോ, നമ്മുടെ ഒരു സ്റ്റേഡിയം കവർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇറ്റ്സ് കേപ്പബിൾ ഓഫ് കവറിംഗ് ആൻ എൻറ്റയർ സ്റ്റേഡിയം. ഓക്കെ, 1,55,000 കിലോ ലിറ്റർ ആണ് അതിന്റെ കപ്പാസിറ്റി, ഇറ്റ്സ് കപ്പാസിറ്റി. ഓക്കെ,
ഇത് നമ്മുടെ ഖത്തറിൽ നിന്ന് വരുന്ന LNG, ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് സ്റ്റോർ ചെയ്യുന്ന സ്റ്റോറേജ് ആണ് ഇത്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഖത്തറിൽ നിന്നാണ് ഇത് കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യുന്നത്. ബ്ലാസ്റ്റ് പ്രൂഫ് ആയിട്ടുള്ള മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് അത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, വി ആർ ഇമ്പോർട്ടിംഗ് ഇറ്റ് ഫ്രം ദ LNG ഓഫ് ദ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ഫ്രം ഖത്തർ ആൻഡ് സ്റ്റോറിംഗ് ഇറ്റ് ഇൻ ഹിയർ. നിങ്ങൾ ഗെയിം പദ്ധതി ക്രൂഡ് ഓയിലിന്റെ വലിയ കപ്പൽ കണ്ടില്ലായിരുന്നു ആ പൈപ്പ് ലൈനിന്റെ അവിടെ? അതുപോലെ ഗ്യാസിന്റെ വലിയ കപ്പലുകൾ വരും ഇവിടെ. എന്നിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യും, ഈ സ്റ്റോറിലോട്ട് മീൻസ് ഈ ടാങ്കിലോട്ട് സ്റ്റോർ ചെയ്യാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ വീടുകളിലേക്ക് പൈപ്പ് ലൈൻസ്, അതിപ്പോ വൈപ്പിൻ ഭാഗങ്ങളിലൊക്കെ സപ്ലൈ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അവരുടെ നിന്ന് കിട്ടിയ വിവരമാണ് 600 to 700 എന്ന് പറയുന്ന എമൗണ്ട്. ഓക്കെ, വി ഹാവ് ക്ലോസ് ദ സീ മൗത്ത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ അധികം ഒന്നുമില്ല, പക്ഷെ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ഈ കടലിൽ, ലൈക്ക് യു ഗൈസ് ഹാവ് എ ബ്യൂട്ടിഫുൾ സീ ടു എക്സ്പ്ലോർ and there is a beautiful sunset to watch as well. Okay, അപ്പോൾ നമ്മുടെ ഗായകൻ വന്ന് ഒരു പാട്ട് കൂടി പാടിയ ശേഷം നമ്മുടെ ഗാർഡ്സും എല്ലാവരും അവരെന്ത് ചെയ്യും, സ്പ്രെഡ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ എന്തായാലും കടലും കാര്യങ്ങളും അതിൻ്റെ കൂടെ ഈ പാട്ടുകളും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്ത് നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു മെമ്മറി ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഓക്കെ, I have some other details from another state also. Considering them, I will have a beautiful Hindi song for you. Which kind of songs you want? Old one or new one? Old one. അങ്ങനെ നമ്മ ഇത് ഏകദേശം കടലിന്റെ ഒരുപാട് ഇങ്ങോട്ട് യാത്ര ചെയ്തിട്ടുണ്ട്. കടലാണ് ഇപ്പൊ, നല്ല കടലിലേക്കാണ് നമ്മൾ. സൂര്യാസ്തമയം ഉള്ള ഒരു ടൈമാണ്. പക്ഷെ അങ്ങോട്ട് ചെല്ലുമ്പോൾ സൂര്യാസ്തമയം കരയിൽ നിന്ന് കാണുന്ന ഒരു ഫീലിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതൊരു ഇതുപോലെ പിള്ളേരൊക്കെ നിൽക്കാൻ പോലും പറ്റുന്നില്ല. കാരണം ഭയങ്കര ഓളമാണല്ലോ ഇങ്ങനെ. പണ്ട് പിള്ളേരെ പ്രത്യേകം അവർ പറയുന്നുണ്ടായിരുന്നു, പിള്ളേരെ ഇങ്ങനെ വിടരുത് എന്നൊക്കെ പറഞ്ഞാൽ. പക്ഷെ നമ്മുടെ മക്കളല്ലേ പറഞ്ഞ ഒട്ടും കേൾക്കത്തില്ല. അത് പറഞ്ഞ അന്നും അവരൊന്നും വകവെക്കാതെ ഇങ്ങനെ ഓടി നടക്കുമായിരുന്നു. പിന്നെ കടലിന്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഛർദ്ദിക്കും എന്ന് പറഞ്ഞാൽ വളരെ സത്യമാണെന്ന് മനസ്സിലായി. കാരണം ഞാൻ ഛർദ്ദിച്ചില്ല, പക്ഷെ എനിക്ക് ചുരുക്കം ഇല്ലാത്തതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. പിന്നെ എന്റെ മൂത്ത ആള് ഛർദ്ദിച്ചായിരുന്നു. അതുപോലെ തന്നെ എന്റെ നൗഫുനിക്ക ഛർദ്ദിച്ചായിരുന്നു. പിന്നെ നൗഫിനൊക്കെ ചെറിയ ചുരുക്കളായിരുന്നു, ഒന്നും ഛർദ്ദിച്ചൊന്നുമില്ല. പിന്നെ അങ്ങനെ കുറച്ച് പേരൊക്കെ നമ്മുടെ കൂട്ടത്തിൽ വന്നവരൊക്കെ കുറച്ച് പേരൊക്കെ ഛർദ്ദിച്ചു. പിന്നെ കുറച്ച് പേരൊക്കെ അതിൻ്റെതായ ഒരു മന്നിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ ഇരുന്നു. അങ്ങനെ കുറെ പേരൊക്കെ ഒരു ഒരു ഇങ്ങനെ ഉള്ളിലേക്ക് ചെല്ലുന്തോറും ഇങ്ങനെ ഓളം കാണും പോലെയല്ല കേട്ടോ, ഭയങ്കര ഫീലിംഗ് ആയിരുന്നു. എന്തോ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷവും ഫീലിംഗും ഒക്കെ ഉണ്ടായിരുന്നു. കപ്പലിൽ പോണം, കടല് കാണണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ഇതുവരെ അത് സാധിക്കാത്തൊരു സംഭവമായിരുന്നു. ഇന്നിതാ അത് സാധിച്ചിരിക്കുകയാണ്. കപ്പൽ നമ്മൾ കടലിലാണ് ഇപ്പൊ ശരിക്കും നിൽക്കണ്ട. നിങ്ങൾക്ക് എത്രമാത്രം കംപ്ലീറ്റ് നമുക്ക് കരയിൽ നിന്ന് കാണും പോലെയല്ല, കടലിലേക്ക് വരുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലിംഗ് തന്നെയാണ്. കാരണം ചുറ്റും നമ്മൾ വേറെ ഒന്നും കാണുന്നില്ല. കായല് പോലെ, കായലെന്ന് വെച്ചാൽ എവിടെയെങ്കിലും കര കാണും. പക്ഷെ കടലിലേക്ക് വന്നു കര എങ്ങും കാണാനില്ല. പിന്നെ ഇങ്ങനെ കുറച്ച് കുറച്ച് ബോട്ടുകളോ ഷിപ്പുകളോ ഒക്കെ ആയിട്ട് അവിടെ ഇവിടെ കാണും. ചെറിയ മീൻ ബോട്ടുകള് അങ്ങനെയൊക്കെ കാണുന്നതല്ലോ. അപ്പൊ ഇതാണ് എന്റെ വാപ്പ, എന്റെ ആദുമൻ. അപ്പൊ എന്തേ അവനെ ഇവിടെ പിടിച്ചു വെച്ചോണ്ടിരിക്കുക, അല്ലെങ്കിൽ അവൻ എടുത്ത് ചാടിക്കഴിഞ്ഞാൽ അതും പാടാണ്. ഇത് നൗഫുവിന്റെ വാപ്പയാണ്. അപ്പൊ ഇത് ഇവിടെ നിന്ന് ഇത് ഇക്കാന്റെ മോനാണ്. അങ്ങനെ എല്ലാവരും ഇവിടെ നിന്ന് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് താഴത്ത് നിന്ന് കാണുന്നവർക്കും കാണാം. അപ്പൊ ഇവിടെ നിന്നാകുമ്പോ ഒരു പ്രത്യേക ഫ്രണ്ടേജ് ആണിത്, നമ്മുടെ ഷിപ്പിന്റെ ഫ്രണ്ടേജ് ആണ്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആയിട്ട് കാണാനും ഒരു നല്ല കാറ്റും എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഇടയ്ക്ക് ഇങ്ങനെ പൊടി വെള്ളത്തിന് ഇങ്ങനെ മുഖത്തേക്ക് തെറിക്കുന്നുണ്ടായിരുന്നു. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ ദേ നിങ്ങൾക്ക് ഇതുപോലൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുഴപ്പമില്ലല്ലേ, മറൈൻ ഡ്രൈവ് വരെ വന്നാൽ മതിയല്ലോ. നമ്മൾ ആലപ്പുഴക്കാർക്ക് ഇപ്പൊ എനിക്ക് പറയുമ്പോൾ സിമ്പിൾ ആയിട്ട് പറയാം, നമുക്കൊരു ഏകദേശം 1/2 മണിക്കൂർ തോട്ടുള്ളൂ. എന്നാലും ജോങ്ങുള്ളവർക്ക് പറ്റില്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, വെക്കേഷൻ അല്ലേ, ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ഒന്ന് എടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. നേരത്തെ ബുക്ക് ചെയ്യണമെന്ന് തോന്നുന്നു, നേരത്തെ ബുക്ക് ചെയ്യണം. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നെറ്റിലുണ്ടാവും. നോക്കിയിട്ട് ബുക്ക് ചെയ്ത് നിങ്ങൾക്ക് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പൊ ഇതിന്റെ അകത്ത് ഒരു ഷിപ്പിൽ 150 പേരെയാണ് ഉൾപ്പെടുത്തിയേക്കണത്.
150 പേരിൽ ഞങ്ങൾ തന്നെ ഒരു 10-20 പേരുണ്ടായിരുന്നു. 150 പേരാണ് ഒരു ഷിപ്പിൽ ഒരു സമയം. ഇനി ഇത് കടല് തന്നെ കാണിച്ച് കാണിച്ച് നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. കാണാൻ അത്രക്ക് ഭംഗിയുള്ളത് കൊണ്ട് എനിക്ക് ഭംഗിയായിട്ട് തോന്നിയത് കൊണ്ടാട്ടോ ഇത്രയും ലോങ് ആയിട്ട് ഇട്ടത്. നിങ്ങൾക്ക് ഇത് ഇത്രമാത്രം ഇഷ്ടപ്പെടുമോന്നോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ഇത്രയും ലോങ് വീഡിയോസ് കാണുമ്പോൾ തന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്ത് പോകുമായിരിക്കാം. പക്ഷെ നല്ലൊരു ഭംഗിയുള്ളത് കൊണ്ടാണ് വീണ്ടും വീണ്ടും ഇട്ടതേ. അപ്പൊ ആ സമയം ഇരുട്ടിയിട്ടുണ്ട്. റിട്ടേൺ നമ്മ പോരാൻ തുടങ്ങുവാണ്. അപ്പൊ റിട്ടേൺ ആയിട്ട് പോരാണ്. അപ്പൊ അത് റിട്ടേൺ പോരാൻ തുടങ്ങിയപ്പോഴത്തേക്കും അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ ചെറിയൊരു വെട്ടവും വെളിച്ചമൊക്കെ കാണുന്നുണ്ട്. നമ്മളിതാ ഇവിടെ ലേറ്റ് ഒക്കെ ഇട്ട് മൊത്തം ഷിപ്പ് ലേറ്റ് ഒക്കെ ഇട്ട് കംപ്ലീറ്റ് രാത്രിയായി. കണ്ടോ നമ്മൾ റിട്ടേൺ പോന്നു. അതേ ലോങ്ങിൽ നിന്ന് നമുക്കവിടെ കുറച്ച് ദ്വീപുകളും നമ്മൾ തിരിച്ച് അങ്ങോട്ട് പോയപ്പോൾ വെട്ടമായിരുന്നു. ഇങ്ങോട്ട് നോക്കുതേ ബാക്കിയൊന്നും കാണുന്നില്ല. നമ്മ വേറെ ഒന്നും കാണുന്നില്ല. ഇതിലാരോടും തോന്നാവീരം കരളിതിലമ്മയ്ക്കായി ദൈവം പൈതം മടിയിൽ പാലോട്ടും സ്നേഹം. പിന്നെ അവിടെ നിന്ന് താഴത്തേക്ക് പോന്നു. താഴത്തേല് വന്നിട്ട് ഇതേ താഴത്തിൽ രാത്രി ഒരു ഭംഗിയാണ്. കടലൊക്കെ ശരിക്കും നീല കടലെന്ന് പറയൂലേ, അതുപോലെ തന്നെയാണ്. നല്ല ഭംഗിയിൽ തന്നെ കിടപ്പുണ്ട്. അപ്പൊ ബാക്ക് സൈഡാണിത്. ഇങ്ങനെ വെള്ളം ഇങ്ങനെ അടിക്കുന്ന ബാക്ക് സൈഡാണ് ഇപ്പൊ കാണുന്നത്. അപ്പൊ ഇനി നമുക്ക് കുറച്ച് ഉള്ളിലെ ഏരിയ കാണിച്ചു തരാം. DJ ഒക്കെ ഉണ്ടായിരുന്നു ഇതിന്റെ. ഇത് ഇതിന് മേലുള്ള സോങ്ങും കഴിഞ്ഞിട്ട് താഴത്ത് DJ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് താഴത്തുള്ള ഒരു നമ്മുടെ പറഞ്ഞ ഹോളാണിത്. ഇവിടെയാണ് DJ നടക്കുന്നത്. ഇത് ഫുൾ AC ആണ്. ഇതിന്റെ അകത്താണ് DJ. ഇതിന്റെ അകത്ത് ഇപ്പൊ ആൾക്കാർ കുറച്ച് പേരുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് സ്പെഷ്യൽ ആയിട്ട് ഒരു കൺസെഷൻ കിട്ടിയെന്ന് പറഞ്ഞാല് നമുക്ക് താഴത്ത് വന്നിട്ട് താഴത്ത് നമ്മുടെ ക്യാപ്റ്റൻ ഇരിക്കണതിന്റെ ഫ്രണ്ട് സൈഡ് ഉണ്ടല്ലോ, അവിടെ നമുക്ക് നിൽക്കാനുള്ള ഒരു കുറച്ച് അവിടെ ആരും നിർത്തത്തൊന്നുമില്ല. ഇവിടെ ഈ ഏരിയയിൽ ആരും നിർത്തുമൊന്നുമില്ല. ഇവിടെ ക്യാപ്റ്റൻ ഇരിക്കുന്ന ഏരിയയാണ്. ഇതിന്റെ ഫ്രണ്ടിൽ ആരും യാത്രക്കാരെയും കയറ്റത്തില്ല. പക്ഷെ നമുക്കൊരു സ്പെഷ്യൽ കൺസെഷൻ കിട്ടിയതാണ്. അതായത് ഓർഡിനറിന്റെ ഒരു വാപ്പച്ചിന്റെ പാർട്ട്ണറിന്റെ അളിയനായതുകൊണ്ട് നമുക്കൊരു സ്പെഷ്യൽ കൺസെഷൻ കിട്ടി. അവന്റെ അടുത്ത് ഫ്രണ്ടിൽ നിൽക്കാനും അവിടെ കുറച്ച് എക്സ്പ്ലോർ ചെയ്യാനും പറ്റിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ക്യാപ്റ്റൻ നിൽക്കണ അവിടെ ഒന്ന് കയറാനും അതിന്റെ ഉള്ളിൽ ഒന്ന് കാണാനും ഒക്കെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് അവരെക്കാളും മറ്റു യാത്രക്കാരെക്കാളും കൂടുതൽ ഒരു എക്സ്പീരിയൻസ് കിട്ടിയതുകൊണ്ട് വളരെ സന്തോഷമായിരുന്നു. ഇതിന്റെ ഫ്രണ്ടിൽ ഇവിടെ ഫ്രണ്ടിൽ നിൽക്കുന്നവർക്ക് ചുരുക്കം ഉണ്ടാവില്ല. ഇവിടെ ഫ്രണ്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഇതിന്റെ ഫ്രണ്ടിലാണെങ്കിൽ ഛർദ്ദിക്കില്ലെന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ കൂടി ശരിക്കും പേടിയാവട്ടെ. ഇതിങ്ങനെ ഒരു കയറാൻ ഇറങ്ങാനുള്ള ഒരു സ്പേസ് ആണ്. അപ്പൊ നമുക്ക് അവിടെ ചെറിയൊരു അങ്ങോട്ട് ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ ചെറിയ ടെൻഷൻ ഉണ്ടാവും. പക്ഷെ അവിടെ രണ്ടുപേടുത്തും ആളുണ്ടാവും കേട്ടോ. രണ്ടിടത്തും അവിടെ നിൽക്കാൻ ആളുണ്ടാവും. അപ്പൊ നമ്മളൊരു പറഞ്ഞുകൊണ്ട് കയറിയതാണ്. നമ്മൾ ചോദിച്ചിട്ട് കയറിയതല്ല. അവര് തന്നെ നമ്മളോട് പറഞ്ഞ് നമുക്ക് സ്പെഷ്യൽ കൺസെഷൻ തന്ന് അവർ കയറ്റിയതാണ്. നമ്മൾ ചോദിച്ച് കയറിയതൊന്നും അല്ല. അപ്പൊ അങ്ങനെ കുറച്ചു നേരം അവിടെയൊക്കെ നിന്ന് നല്ല എക്സ്പ്ലോർ ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ. രാത്രിയില് ശരിക്കും നമ്മുടെ കൊച്ചിന്റെ രാജകുമാരി കാണാൻ നല്ല ഭംഗിയായിരുന്നു. ലൈറ്റും വെട്ടവും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ പിള്ളേരും ഒക്കെ ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നു. കുറച്ചു നേരമൊക്കെ ഇവിടെ നിന്ന് അങ്ങനെ എല്ലാരും വീഡിയോസും ഫോട്ടോസും ഒക്കെ ഇഷ്ടം പോലെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഉള്ളിലേക്ക് പോയിട്ട് നല്ല അടിപൊളി DJ ഒക്കെ ആയിരുന്നു. അപ്പൊ എന്റെ ഇളയ മോളൊക്കെ നല്ല നല്ല അടിപൊളിയായിട്ടൊക്കെ ഡാൻസ് ചെയ്തായിരുന്നു. പിന്നെ ഇവിടെ DJ നടക്കുന്നുണ്ട്. ഇപ്പൊ DJ ആണ് അതിന്റെ ഉള്ളിൽ. അപ്പൊ നമ്മ അതിന്റെ ഉള്ളിലേക്ക് പോയിട്ടില്ല. ഇപ്പൊ ഇവിടെ തന്നെ നിൽപ്പുണ്ട്. അതിന്റെ അകത്ത് ഭയങ്കര ഡാൻസും ഒക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അത് നല്ല രസമായിരുന്നു. അതിന് DJ ഒക്കെ ഒരുപാട് ഇഷ്ടമുള്ളവർ എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാം. അത് അവിടെ നിന്ന് നമ്മ ഇങ്ങനെ പോവാണ്, ഇങ്ങോട്ട് ബാക്കിലേക്ക് പോവാണ്. ഇതാണ് ക്യാപ്റ്റന്റെ നമ്മുടെ ഇരിക്കണ ഏരിയ. അപ്പൊ ഫുൾ ടൈം നിന്നാണ് കേട്ടോ ചെയ്യണത്. ഫുൾ ഇതിങ്ങനെ രാത്രിയും ചില സമയത്ത് 12 മണി 1 മണി വരെയൊക്കെ ഉണ്ടാവും എന്ന് പറയാറുണ്ട്. പറഞ്ഞായിരുന്നു. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നമ്മുടെ സ്വന്തം നാട്ടിലുള്ള ആളായത് കൊണ്ട് നമുക്ക് കൂടുതൽ
ധൈര്യപ്പെട്ട് ഇന്നെല്ലാം ചോദിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഒരു കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടെ. ആദൂന് എന്തോ ഒരു അവൻ ഛർദ്ദിച്ചൊന്നുമില്ല. പക്ഷെ അവന് ചെറുക്കിന്റെ എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടുണ്ടായെന്ന് തോന്നുന്നു. അവന് ഒരു ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് കുറച്ചു നേരം ബഹളവും കരച്ചിലൊക്കെ ആയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അങ്ങ് ഉള്ളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഡിജെയും കാര്യങ്ങളും എടുക്കാൻ പറ്റിയില്ല. എന്ന് വെച്ചാല് ഞാൻ പറഞ്ഞില്ലേ ഫോൺ സ്റ്റക്കായി പോയി. ഫോൺ പണി മുടക്കുകയാണ്. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ഒന്ന് ഫോണൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കാൻ പറ്റിയത്. അപ്പൊ ഇങ്ങനെ ഡിജെ നമ്മുടെ ലാൻഡ് ചെയ്തു. നമ്മള് സ്ഥലത്തെത്തി. എല്ലാവരും തിരിച്ചിറങ്ങാൻ പോവാണ്. ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുവാണ്. ഇതാ നമ്മള് സ്ഥലത്തെത്തി. പിന്നെ നമ്മൾ കുറച്ച് പേര് മാത്രമേ ഫുഡ് കഴിക്കാനുണ്ടായിരുന്നുള്ളൂ. നമ്മള് വന്ന എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ ഒരു 2 ഫാമിലി കൂടി ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ദാ ഇവിടെയാണ് നമ്മുടെ ഫുഡ്. നമ്മൾ ആദ്യം കണ്ടില്ലേ അവിടെ തന്നെയാണ് നമ്മുടെ ഫുഡിനുള്ള സ്പേസ് ഒക്കെ ഒരുക്കിയിട്ടുണ്ട് അവര്. ആദ്യമൊക്കെ വെള്ളമൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. ബുഫേ ടൈപ്പ് ആണ്. പിന്നെ നമുക്ക് അവിടെ വെള്ളം മിനറൽ വാട്ടർ കൂടാതെ ഒരു വെള്ളം കൂടി ഉണ്ടായിരുന്നു. വെൽക്കം ഡ്രിങ്കും കൂടി ഉണ്ടായിരുന്നു. അതും പിന്നെ വെൽക്കം ഡ്രിങ്ക്, പ്ലേറ്റ് ഇങ്ങനെ ഓരോന്നെടുത്ത് അപ്പുറത്തേക്ക് പോകണം. അപ്പുറത്തെ സെക്ഷനിലുള്ളത് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ ക്യൂ നിൽക്കുവാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മൾ ഒരുപാട് തിരക്കൊന്നുമില്ല. എന്നാലും നമ്മൾ കുറച്ച് ചപ്പാത്തി ഉണ്ടായിരുന്നു, പത്തിരി ഉണ്ടായിരുന്നു, നെയ്ച്ചോറുണ്ട്, ഗീ റൈസ്, പിന്നെ ഉണ്ടായിരുന്നത് കോളിഫ്ലവർ ചില്ലി ഗോബി ഇല്ലേ, കോളിഫ്ലവർ ചില്ലി ഗോബി ഉണ്ടായിരുന്നത്. ഞാൻ ചില്ലി ഗോബി എനിക്ക് ഇഷ്ടപ്പെട്ടു. ചില്ലി ഗോബി അടിപൊളിയായിരുന്നു. പിന്നെ എന്തായിരുന്നു ബീഫ് കറി ഉണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു, ദാൽ ഉണ്ടായിരുന്നു. ഇത് ചിക്കൻ കഴിഞ്ഞു. ഇത് ബീഫ്, പിന്നെ ദാൽ കറി, പിന്നെ സാലഡും സൂപ്പറാണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല പച്ചമുന്തിയൊക്കെ ഇട്ട് നല്ല അടിപൊളി സാലഡായിരുന്നു. അങ്ങനെ ഇതാണ് പ്ലേറ്റ്. പ്ലേറ്റിൽ ആകെ ഒരു 3 ചപ്പാത്തിയും പ്ലേറ്റ് നിറച്ച് കറികളും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് ഐസ്ക്രീം ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ചു. ആദ്യം ഐസ്ക്രീം ഈ സെഷൻ ഇത് തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സാധാ നമ്മുടെ 10 രൂപ ഐസ്ക്രീം ഉണ്ടായിരുന്നു. അങ്ങനെ ഐസ്ക്രീം ഒക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. അപ്പൊ ഞങ്ങൾ ഷിപ്പിൽ നിന്നൊക്കെ ഇറങ്ങി. ഇനി ഞങ്ങൾ വീട്ടിൽ പോവാണ്. അപ്പൊ പുറത്തുനിന്ന് കാഴ്ചയും കൂടി എടുത്താണ്. എല്ലാവരും ഒക്കെ അവിടെ ഇപ്പുണ്ട്. എല്ലാവരും ഞങ്ങൾ 3 കാറിനാണ് വന്നത്. അപ്പൊ 3 കാറിലേക്കും എല്ലാവരും ഡിവൈഡ് ചെയ്ത് പോയി. അപ്പൊ ഞങ്ങൾ അത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടമായിരുന്നു. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. ഇതാണ് നമ്മൾ വന്നപ്പോ നിറച്ച് കറണ്ടായിരുന്നു. കറൊന്നുമില്ല. അപ്പൊ ബൈ പോയി. ബൈ.